നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ അർജുനന്റെ 10 നാമങ്ങളുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയം. പഴയ കാലങ്ങളിൽ ഭയം മാറാനായിട്ട് കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരും ജപിച്ചിരുന്ന മന്ത്രങ്ങളാണ് അർജുന 10 എന്ന് പറയുന്നത്. അർജുനന്റെ 10 നാമങ്ങൾ അത് വിശേഷങ്ങളായിട്ടുള്ള നാമമാണ്. അത് നമ്മളുടെ ഭയത്തെ ഇല്ലാതാക്കും. ഓരോ നാമത്തിൻ്റെയും അർത്ഥങ്ങൾ, ആ നാമം ജപിച്ചാൽ നമ്മളുടെ ഭയം എങ്ങനെ ഇല്ലാതാകും തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. പഴയ കാലത്ത് എല്ലാ ജനങ്ങളും രാത്രികാലങ്ങളിലും ഭയം ഉള്ള സമയങ്ങളിലും ഒക്കെ ജപിച്ചിരുന്ന ഒരു മന്ത്രമാണ് അർജുന 10. അർജുനന്റെ 10 പേരുകൾ, ഓരോ പേരിനും വിശേഷമായിട്ടുള്ള അർത്ഥം ഉണ്ട്. ആ പേരുകൾ നമ്മളുടെ മനസ്സിന്റെ ഭയത്തെ ഇല്ലാതാക്കി നമുക്ക് എല്ലാത്തിലും ഈശ്വരന്റെ കൃപാകടാക്ഷം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ്. അർജുന 10ന്റെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. അത് തുടർന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. ഭയം ഏതൊരു മനുഷ്യന്റെയും കൂടപ്പിറപ്പാണ്. ഭയമില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. നമ്മളുടെ പല പല സാഹചര്യത്തിൽ നിന്ന് ഭയം സാധാരണയായിട്ട് ഉത്ഭവിക്കുകയും ആ ഭയത്തെ ഇല്ലാതാക്കാനായിട്ട് നാം പലതരത്തിലുള്ള മാർഗങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ നിശേഷമായിട്ട് ഭയത്തെ ഇല്ലാതാക്കാൻ പഴയ കാലങ്ങളിലെ എല്ലാ ജനങ്ങളും ഉപയോഗിച്ചിരുന്നത് മന്ത്രങ്ങളെ തന്നെയായിരുന്നു. ആ മന്ത്രങ്ങൾ നൽകുന്ന പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഉള്ള ഊർജം, ആ ഊർജത്തിൽ നിന്ന് നമുക്ക് എല്ലാവിധ ഭയങ്ങളെയും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കിയ ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യത്താലും അനുഗ്രഹത്താലും എല്ലാ ഭയങ്ങളെയും എല്ലാ ആസുരീക ശക്തികളെയും ഇല്ലാതാക്കിയ അർജുനൻ നരനും നാരായണനും എന്നുള്ള സങ്കല്പത്തിൽ, ആ നരൻ എന്നുള്ള സങ്കല്പത്തിലെ ഭയത്തെ ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ആ നാമത്തിന്റെ വിശേഷത്തിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് കടക്കാം. ഓരോ മന്ത്രത്തിനും അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങൾ നമ്മളുടെ മനസ്സിനെ, ആ വാക്കുകൾ നമ്മളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ഭയം എന്നുള്ള വികാരത്തെ നീക്കാൻ ആ മന്ത്രത്തിന്റെ ശക്തി മൂലം നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമുക്ക് മന്ത്രം എന്താണ് എന്നും നോക്കാം. അർജുനന്റെ 10 പേരുകളൊന്നും നോക്കാം. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും, വിശ്രുതമായ പേർ പിന്നെ കിരീടിയും, ശ്വേതാശ്വരെന്നും ധനഞ്ജയൻ, ജിഷ്ണുവും, ഭീതിഹരം, സവ്യസാചി, വിഭത്സുവും. 10 നാമങ്ങളും നിത്യം ജപിക്കിലോ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം. ഇപ്രകാരമാണ് മന്ത്രം. ഈ ശ്ലോകം അഥവാ മന്ത്രത്തെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് ഭയം ലെവലേശം നമ്മളുടെ മനസ്സിലേക്ക് കടക്കുകയില്ല. ഭയത്തെ ഒഴിവാക്കാനായിട്ട് ഈ നാമം നിത്യം ജപിക്കുക. കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ നാമത്തെ പണ്ടുകാലത്ത് എല്ലാ ജനങ്ങളും ജപിച്ചിരുന്നു. വിശ്വാസത്തോടുകൂടി ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരുവിധ ഭയവും നമുക്ക് ഉണ്ടാകില്ല. നമുക്ക് ഈ ഓരോരോ പേരുകളായിട്ട് നോക്കി അതിൻ്റെ അർത്ഥതലത്തെ കൂടി ഒന്ന് ചിന്തിക്കാം. അർജുനൻ എന്ന വാക്കിന്റെ അർത്ഥം വെളുപ്പ് നിറം ഉള്ളയാൾ എന്നാണ് പറയുന്നത്. ഫാൽഗുനൻ എന്നാൽ ഫാൽഗുന മാസത്തിൽ ജനിച്ചയാൾ എന്നാണ്. ഫാൽഗുന മാസം നമ്മളുടെ ശാകവർഷത്തിലെ ഉൾപ്പെടുന്ന ഒരു മാസമാണ്. ആ ഫാൽഗുന മാസത്തിൽ ജനിച്ചതിനാൽ അർജുനന് ഫാൽഗുനൻ എന്ന പേര് വന്നു. പൃഥയുടെ പുത്രനായതുകൊണ്ടാണ് പാർത്ഥൻ എന്നുള്ള പേര് വന്നത്. ഭോജരാജാവിന്റെ വളർത്തുമകളാണ് കുന്തി. ഭോജരാജാവിന്റെ മറ്റൊരു പേര് കുന്തി ഭോജൻ എന്നാണ്. ആ കുന്തി ഭോജന്റെ മകളായതിനാലാണ് കുന്തി എന്നുള്ള പേര് അർജുനന്റെ മാതാവിന് വന്നത്. കുന്തിയുടെ ശരിക്കുള്ള പേര് പൃഥ എന്നാണ്. ആ പൃഥയുടെ മകൻ ആയതുകൊണ്ടാണ് പാർത്ഥൻ എന്നുള്ള പേര് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ പേര് വിജയൻ എന്നാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നയാൾ, പ്രത്യേകിച്ച് അസ്ത്രവിദ്യയിലും ആയുധവിദ്യയിലും ഒക്കെ പ്രത്യേകമായിട്ട് കഴിവ് പ്രദർശിപ്പിച്ച് എല്ലാ മത്സരങ്ങളിലും വിജയിച്ച ആൾ എന്നുള്ള രീതിയിലാണ് വിജയൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. കിരീടി എന്നാണ് 5ാമത്തെ അർജുനന്റെ പേര്. കിരീടി എന്നാൽ കിരീടം ധരിച്ചവൻ എന്നാണ്. അതായത് ദേവേന്ദ്രന്റെ പുത്രനായിട്ടാണ് അർജുനനെ കരുതപ്പെടുന്നത്. ദേവേന്ദ്രനെ യുദ്ധത്തിൽ സഹായിക്കാനായിട്ട്, അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് അർജുനൻ 1 വർഷക്കാലം ഇന്ദ്രലോകത്തിൽ വസിച്ചിരുന്നതായിട്ടാണ് കഥകൾ പറയുന്നത്.
അങ്ങനെ അർജുനന്റെ മികവ് നേരിട്ട് കണ്ട് ദർശിച്ചിട്ട് അതിൽ സംപ്രീതനായിട്ട് ഇന്ദ്രഭഗവാൻ അർജുനനെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി ആ കിരീടം ചൂടിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് കിരീടി എന്നുള്ള പേര് വന്നത്. അതുകൊണ്ട് തന്നെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ദേവലോകത്തിന്റെ അധിപനായിട്ട് ഏതാനും നിമിഷമെങ്കിലും അർജുനന് മാറുവാനായിട്ട് സാധിച്ചിട്ടുള്ളതായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. ആറാമത്തെ പേര് ശ്വേതവാഹനൻ എന്നാണ്. ശ്വേതം എന്നാൽ വെളുപ്പ് എന്നാണ്. വെളുത്ത കുതിര വാഹനമായ ആൾ എന്നുള്ള നിലയിലാണ് ശ്വേതവാഹനൻ എന്നുള്ള പേര് വന്നത്. ഏഴാമത്തെ പേര് ധനഞ്ജയൻ എന്നാണ്. ധനത്തെ ജയിച്ചവൻ എന്നാണ് ധനഞ്ജയൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതായത് ധാരാളമായിട്ട് ധനത്തെ സമ്പാദിച്ചയാൾ എന്നുള്ളതാണ്. രാജസൂയ യജ്ഞം നടത്തിയപ്പോൾ മഹാരാജാവായ യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തിയപ്പോൾ ആ യജ്ഞത്തിന് ധനസമാഹരണത്തിനായിട്ട് എല്ലാ ദിക്കിലേക്കും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായിട്ടുള്ള 4 പേരും പോവുകയും 4 ദിക്കിലേക്ക് 4 പേർ പോയപ്പോൾ അർജുനൻ ഉത്തര ദിക്കിലേക്ക് പോയതായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ വടക്ക് ഭാഗം ഉത്തര ദിക്കിലേക്ക് പോയ അർജുനനാണ് ഏറ്റവും കൂടുതലായിട്ട് ധനം സമാഹരിച്ചത് എന്നാണ് നമ്മളുടെ മഹാഭാരതത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ധനം കൂടുതലായി സമാഹരിച്ചു എന്നുള്ള വാക്കിൽ ധനഞ്ജയൻ എന്നുള്ള നാമം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ബീഭത്സു എന്നാണ് 8ാമത്തെ നാമധേയം. ഭീഭത്സു, ശത്രുക്കൾ എപ്പോഴും പേടിയോടുകൂടി നോക്കുന്ന വ്യക്തി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പേടിയില്ലാത്തവൻ അല്ലെങ്കിൽ ശത്രുക്കൾ പേടിക്കുന്നയാൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 9ാമത്തെ നാമം സവ്യസാചി എന്നാണ്. സവ്യസാചി എന്ന വാക്കിന്റെ അർത്ഥം 2 കൈകളിലും ഒരേപോലെ വില്ല് പിടിച്ചുകൊണ്ട് ആ വില്ല് രണ്ടും ഒരേ സമയം കുലയ്ക്കുവാനും ആ കുലയ്ക്കുന്ന വില്ല് അമ്പുകൾ കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തിക്കാനും ഒക്കെ പ്രത്യേകമായിട്ട് കഴിവുള്ള അർജുനന് ആ കഴിവിന്റെ പേരിലാണ് സവ്യസാചി എന്നുള്ള നാമം ലഭിച്ചത്. 10ാമത്തെ നാമധേയം ജിഷ്ണു എന്നാണ്. വിഷ്ണുവിന്റെ തന്നെ മറ്റൊരു നാമധേയമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ ജിഷ്ണു എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സതീർത്ഥ്യനായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് ജിഷ്ണു എന്നുള്ള പദത്തെ ആ പേരിനെ അർജുനന് ലഭിച്ചത്. ഇപ്രകാരം ഈ 10 നാമങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നാമധേയങ്ങളും ഒരു മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ഏറ്റവും കൂടുതൽ അനുകൂല ഊർജം ലഭിക്കുവാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ 10 നാമധേയത്തിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവിധ ജീവിത വിജയത്തിനും നമുക്ക് പേടിയില്ലാത്ത ഒരു മനസ്സ് ആവശ്യമാണ്. ആ പേടിയില്ലാത്ത മനസ്സിലൂടെ നമുക്ക് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഊർജ്ജസ്വലമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. അത്തരത്തിൽ പേടി മാറ്റുന്നതിനായിട്ട് അർജുനന്റെ ഈ 10 നാമങ്ങളും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിത്യം ജപിക്കുക. നല്ല മനസ്സിനുടമകളായാൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. എല്ലാവരും ഈ നാമം കൃത്യമായിട്ട് നിത്യം ജപിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നമസ്കാരം.